ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു പ്ലസ് വൺ ഇക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഇക്കോണമിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്, ചാപ്റ്റർ 8. ചാപ്റ്ററിൻ്റെ പേര് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് 3 ചോദ്യങ്ങൾ നിരന്തരം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ആ ചോദ്യങ്ങൾ ഉൾപ്പെടെ വരുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ കൂടെയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലേ? അടിസ്ഥാന സൗകര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ. ഇറ്റ് റെഫേഴ്സ് ടു സച്ച് കോർ എലമെന്റ്സ് ഓഫ് economic and social change which serve as a support system to production activity in the economy. അതായത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ചേഞ്ച്, അല്ലേ? സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഘടകങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് വർദ്ധിപ്പിക്കുന്നു? സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്ഷൻ, അല്ലേ? ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വൈദ്യുതി, വെള്ളം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയവ അനിവാര്യമാണ്. ഇത്തരം സൗകര്യങ്ങളെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ? എനർജി, അല്ലെ? അല്ലെങ്കിൽ പവർ, വൈദ്യുതി, ദെൻ വാട്ടർ, വെള്ളം, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, വാർത്താവിനിമയം, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം കൂടി പറയുന്ന പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങളാണ് സാമ്പത്തികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുന്നത്. ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ എന്തിന് കാരണമാവുന്നു? ഇറ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻക്രീസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഇൻ ദി ഇക്കണോമി. സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ കാരണമാവുന്നു. ഓക്കെ, അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ് ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ വിവിധ തരം അടിസ്ഥാന സൗകര്യങ്ങൾ. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ 2 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെന്നും. സെക്കൻഡ് വൺ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളൊന്നും. എന്തൊക്കെയായിരുന്നു 2 ടൈപ്സ്? ഫസ്റ്റ് വൺ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ. സെക്കൻഡ് വൺ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ. ഫസ്റ്റ് വൺ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ സച്ച് എലമെന്റ്സ് ഓഫ് ഇക്കണോമിക് ചേഞ്ച് ലൈക്ക് പവർ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അതായത് ഇത്രയേ ഉള്ളൂ പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്? ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങളാണെന്ത്? സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. വിച്ച് സെർവ് ആസ് എ സപ്പോർട്ട് സിസ്റ്റം ടു ദി പ്രോസസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ ആണല്ലോ? സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ. വിച്ച് സെർവ് ആസ് എ സപ്പോർട്ട് സിസ്റ്റം ടു ദി പ്രോസസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അല്ലേ? ഇനി ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്തൊക്കെയാണ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങൾ? പവർ, അല്ലേ? വൈദ്യുതി വരാം. ദെൻ ട്രാൻസ്പോർട്ട്, ഗതാഗതം. ദെൻ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം. ഇതൊക്കെയാണ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇറ്റ് ഫോസ്റ്റേഴ്സ് ഇക്കണോമിക് ഗ്രോത്ത് വിച്ച് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഇൻ ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പീപ്പിൾ. അതായത് ഇത്തരത്തിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതെന്തിന് കാരണമാവും? ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാവും, അല്ലേ? സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകും. കാരണം സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അല്ലേ? പവർ, അതുപോലെ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്തിലേക്ക് അത് കാരണമാകുന്നു. ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അതെന്തിനോട് കാരണമാവുന്നു? ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അല്ലെ? അവരുടെ ജീവിത നിലവാരം കൂടെ എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? റോഡുകളും പാലങ്ങളും അതുപോലെ ഗതാഗത സൗകര്യങ്ങളും അതുപോലെ വാർത്താവിനിമയ സൗകര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ്? അവിടെയുള്ള ആളുകളുടെ എന്താണ്? ഓവറോൾ
സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ, അവരുടെ ജീവിത നിലവാരം കൂടെ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ മെച്ചപ്പെടും. അതാണ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചെറിയ ഒരു പാരഗ്രാഫാണ് അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുള്ളത്, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ കാറ്റഗറി ഏതായിരുന്നു? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ. ഇറ്റ് റെഫേഴ്സ് ടു കോർ എലമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ലൈക്ക് സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽ, ബാങ്കിങ് എക്സെട്ര. സെയിം പോയിന്റ്. എന്താണ് ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? അതായത് സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച, അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ. എന്നാൽ എന്താണ് സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണെന്ത്? സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽ ഉൾപ്പെടുന്നു? സ്കൂൾസ് അല്ലെ, കോളേജസ്, ഹോസ്പിറ്റലുകൾ, ബാങ്കുകൾ അല്ലെ, ബാങ്കിങ്. ഇതെല്ലാം എന്തിന് കാരണമാവുന്നു? സോഷ്യൽ ഡെവലപ്മെന്റിന് എന്ത് ചെയ്യുന്നു? കാരണമാവുന്നു അല്ലെ. കാരണം സ്കൂളുകൾ, കോളേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരം അല്ലെ, അവർക്ക് വിദ്യാഭ്യാസം കൂടുതൽ കിട്ടുന്നു. ഹോസ്പിറ്റലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹെൽത്ത് ഫെസിലിറ്റീസ് അല്ലേ, ആളുടെ ഹെൽത്ത് എന്ത് ചെയ്യുന്നു? കൂടുതൽ ഉണ്ടാവുന്നു. ബാങ്കിങ് സൗകര്യം ഉണ്ടായി കഴിഞ്ഞാലോ ആളുടെ ട്രാൻസാക്ഷൻ, ഓരോ വ്യക്തികളുടെയും ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താ? സ്മൂത്ത് ആയിട്ട് നടക്കുന്നു. അപ്പൊ ഇതെല്ലാം ഉൾപ്പെട്ടതാണെന്ത്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വിച്ച് സെർവ് ആസ് എ സപ്പോർട്ട് സിസ്റ്റം ടു ദി പ്രോസസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഇത്തരത്തിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്തിന് കാരണമാവുന്നു? സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാമൂഹിക വികസനത്തിന് കാരണമാവുന്നു. ഓർത്തു വയ്ക്കുക. അപ്പോൾ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണെന്ത്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അതിൽ എന്തൊക്കെ വരുന്നു? സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ബാങ്കുകൾ എക്സെട്ര. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് ഓൺ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇത്തരത്തിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഫോക്കസ് ചെയ്യുന്നത്? അതിന്റെ ഫോക്കസ് എന്താണ്? ഓവറോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മനുഷ്യ വികസനത്തിന് അല്ലെ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ബിക്കോസ് സ്കൂളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടും അല്ലെ, അതിലൂടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. കോളേജുകളും അതുപോലെ തന്നെ. ഹോസ്പിറ്റലുകളോ ആളുകളുടെ നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കും അല്ലെ, ഹെൽത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ഡെവലപ്മെന്റിന് കാരണമാവുന്നു. അതുപോലെ ബാങ്കുകൾ അല്ലെ, ഇതെല്ലാം എന്തിന് കാരണമാവുന്നു? അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, അതായത് സ്കൂളുകളും കോളേജുകളൊക്കെ എന്തിന് കാരണമാവുന്നു? സ്കിൽഡ് പേഴ്സൺസ് അല്ലെ. സ്കിൽഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നോളജ് ഉള്ള ആളുകളെ അല്ലെങ്കിൽ സിറ്റിസൺസിന് എന്ത് ചെയ്യുന്നു? വാർത്തെടുക്കുന്നു, മോൾഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ് സഹായിക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും തോറും എന്താണ്? ആളുകളുടെ ഹെൽത്തി ആൻഡ് എഫിഷ്യന്റ് ഹ്യൂമൻ ബീങ് എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസ് നമുക്ക് വാർത്തെടുക്കാൻ ഇതിലൂടെ കഴിയുന്നു. ഇത്തരത്തിൽ ഹോസ്പിറ്റലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ കഴിയുന്നു. അതുകൊണ്ട് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്സിലറേറ്റ് ദി പ്രോസസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? മനുഷ്യ വികസനത്തിന് ഇത്തരത്തിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ കാരണമാകുന്നു. അപ്പോൾ എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് തരും സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് തരും. ഇതിൽ ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ, അല്ലെങ്കിൽ ഇത് ഏതൊക്കെയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഏതൊക്കെയാണ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊരു ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, സെക്കൻഡ് കോളം ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഫസ്റ്റ് കോളം എന്താണ്? സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ, രണ്ടാമത്തെ കോളം സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇക്കണോമിക് സിസ്റ്റം ഫ്രം ഔട്ട്സൈഡ്, അതായത് ഇൻഡയറക്ട്ലി. അതായത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇക്കണോമിക് സിസ്റ്റത്തിനെ, സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയെ ഔട്ട്സൈഡിൽ നിന്നാണ്, പുറത്തു നിന്നാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്, നേരിട്ടല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നേരിട്ടാണോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്? അല്ല. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സ്കൂളുകളും കോളേജുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകളുടെ ഡെവലപ്മെന്റിന് കാരണമാവും അല്ലെ. ഹ്യൂമൻ ബീങ്സ് ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തിന് കാരണമാവും? എക്കണോമിക് ഗ്രോത്തിന് എന്താണ്? കാരണമാവും. എങ്ങനെയാണത്? ഇപ്പോൾ ഹോസ്പിറ്റലുകൾ അല്ലെ, ഹോസ്പിറ്റലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവും. ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ജോലി ചെയ്യും. ജോലി ചെയ്തു കഴിഞ്ഞാൽ അതെന്തിന് കാരണമാവും?
എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലേ അതിന് കാരണമാവും. ബട്ട് ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്റ്റ്ലി ആയിട്ടാണ് വരുന്നത്. നേരിട്ടല്ലാതെയാണ് എന്ത് ഇത്തരത്തിൽ സാമ്പത്തിക വികസനത്തിന് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ആര് സഹായിക്കുന്നത്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സഹായിക്കുന്നത്. ഓക്കെ, എന്നാൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറോ ഇറ്റ് ഹെൽപ്സ് ദി ഇക്കണോമിക് സിസ്റ്റം ഇൻസൈഡ് ഡയറക്ട്ലി അല്ലേ, ഇത് നേരിട്ടാണ് സഹായിക്കുന്നത്. ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണ്? റോഡുകൾ അല്ലേ, ബ്രിഡ്ജ്, അതുപോലെ എന്താണ് റെയിൽവേ പറയാം അല്ലേ, റെയിൽവേ പറയാം. അതുപോലെ എന്താണ് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. പവർ, ഇതെല്ലാം എന്താണ് ഇക്കണോമിക് സിസ്റ്റത്തിനെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത് അല്ലെ. റോഡുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അത് ഡെവലപ്മെന്റിന് കാരണമാവുന്നു അല്ലേ. അതുപോലെ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാലോ അത് എക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാവുന്നു. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ആണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ശരിയാണ് അല്ലേ. അതായത് ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വികസനത്തിന് എന്ത് കാരണമാവുന്നു? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കാരണമാവുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നു, നല്ല ഹെൽത്ത് കിട്ടുന്നു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് ഓവറോൾ ഹ്യൂമൻ റിസോഴ്സിന് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു അല്ലേ. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. എന്നാൽ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറോ ഇറ്റ് ഇംപ്രൂവ്സ് ദി ക്വാളിറ്റി ഓഫ് ഇക്കണോമിക് റിസോഴ്സ്. അത് സാമ്പത്തികപരമായിട്ടുള്ള വിഭവങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? അത് ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വികസിപ്പിക്കുന്നത്. എന്നാൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സോഷ്യലി ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. എന്നാൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറോ ഇക്കണോമിക് റിസോഴ്സിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു ഡിഫറൻസ് എന്താ? എക്സാമ്പിൾ കൊടുത്തു അല്ലേ. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ? ഹെൽത്ത്, എഡ്യൂക്കേഷൻ അല്ലേ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ പറയാം. അതുപോലെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണ്? എനർജി അല്ലേ, ഊർജം പറയാം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. ഓക്കെ, മറ്റൊരു എക്സാമ്പിളാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള എക്സാമ്പിളാണ് ഹൗസിങ്. ശരിയാണ് അല്ലേ, വീടുകൾ. ഇതെല്ലാം എന്താണ്? ഒരു സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം ചോദിക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യങ്ങളാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, റൈസസ് ഓൺ പ്രൊഡക്ടിവിറ്റി അല്ലെ, ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റൈസിംഗ് പ്രൊഡക്ടിവിറ്റി വിത്ത് ഇംപ്രൂവ്ഡ് റോഡ്വേസ്, വെയർ ഹൗസസ് എക്സെട്ര. ഫാർമേഴ്സ് ക്യാൻ ഈസിലി സെൽ ദെയർ പ്രൊഡക്റ്റ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. അതായത് ഒന്നാമത്തെ എന്താണ്? ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ കാരണമാകുന്നു. അതായത് എന്താണ്? ഇത്തരത്തിൽ റോഡുകൾ അല്ലെ, റോഡുകൾ, അതുപോലെ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോഡൗണുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എന്തിന് കാരണമാവുന്നു? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നു അല്ലേ. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? അവർ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതെല്ലാം സ്റ്റോർ ചെയ്യാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഡിഫറെൻറ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി വിൽക്കാനും എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം. അതുപോലെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനോ വെയർ ഹൗസുകൾ വേണം അല്ലെ, ഗോഡൗണുകൾ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്? ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് ഉണ്ടാവില്ല. എന്നാൽ ഇത് രണ്ടും എന്തിൻ്റെ ഭാഗമാണ്? ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമാണ് അല്ലെ. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗതാഗതം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? അതെന്തിന് കാരണമാവുന്നു? ഓവറോൾ ഡെവലപ്മെന്റിന് കാരണമാവും. ഓരോ കർഷകർക്കും എന്താണ്? അവരുണ്ടാക്കുന്ന വസ്തുക്കൾ എന്താണ്? ഡിഫറെൻറ്റ് മാർക്കറ്റുകളിൽ, വ്യത്യസ്ത കമ്പോളങ്ങളിൽ ഈസി ആയിട്ട് എന്താണ്? കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി സാധിക്കും, ഇത്തരം റോഡുകൾ ഉള്ളതുകൊണ്ട്. അതുപോലെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും സാധിക്കും, ഇത്തരത്തിൽ ഗോഡൗണുകൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് റൈസസ് സൈസ് ഓഫ് ദി മാർക്കറ്റ്. കമ്പോളത്തിൻ്റെ വലിപ്പം എന്താണ്? വർദ്ധിക്കാൻ സഹായിക്കുന്നു അല്ലെ. കമ്പോളത്തിന്റെ ഒരു വലിപ്പം എന്താണ്? വർദ്ധിക്കാൻ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സഹായിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ എൻഹാൻസസ് ദി സൈസ് ഓഫ് മാർക്കറ്റ് ആസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ക്യാൻ ക്യാപ്ചർ മോർ മാർക്കറ്റ്. അതായത് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കമ്പോളത്തിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? വികസിപ്പിക്കാൻ അല്ലെങ്കിൽ വലുതാക്കാൻ കാരണമാവുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉൽപാദനം എന്താണ്? പ്രൊഡക്ഷനും എന്താണ്? വർദ്ധിക്കും. പ്രൊഡക്ഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ആവശ്യമായ അല്ലേ, ആ പ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന വസ്തുക്കൾ വിൽക്കാൻ എന്ത് വേണം? ഒരുപാട് സ്ഥലങ്ങൾ വേണം അല്ലേ. അതിലൂടെ എന്ത് ചെയ്യേണ്ടി വരും? മാർക്കറ്റും അല്ലെങ്കിൽ കമ്പോളവും എന്ത് ചെയ്യേണ്ടി വരും? സൈസ് എൻഹാൻസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വികസിക്കേണ്ടി വരും. അതാണ് പറയുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വിൽക്കാൻ ആവശ്യമായ മാർക്കറ്റിന്റെ സൈസും എന്ത് ചെയ്യേണ്ടി വരും? എൻഹാൻസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വർദ്ധിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്.
മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് റൈസസ് എബിലിറ്റി ടു വർക്ക്. അതായത് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കഴിവ് വർദ്ധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഓരോ ജനങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വർക്ക് ചെയ്യാനുള്ള കഴിവ് എന്താണ് വർദ്ധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്രീസ് ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് വർക്കേഴ്സ് ദെർബൈ ഇൻക്രീസിങ് ദെയർ എഫിഷ്യൻസി. അതായത് നമ്മൾ പറഞ്ഞു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ആളുകളുടെ ഒരു വർക്കേഴ്സിന്റെ സ്കിൽ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു, അല്ലെ? അവരുടെ ഒരു കഴിവുകൾ എന്താണ്? വർദ്ധിക്കുന്നു. ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഇങ്ങനെ ക്വാളിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി, അല്ലെ, എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവർ നല്ല രീതിയിൽ അവരുടെ ആലോചിച്ച് എന്ത് ചെയ്യും? അവരുടെ എഫിഷ്യൻസി, വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും? വർദ്ധിക്കും. അതുപോലെ ഹോസ്പിറ്റൽസ് ഉണ്ടായി കഴിഞ്ഞാലോ നല്ല ഹെൽത്ത് കിട്ടും. ഹെൽത്ത് കിട്ടിക്കഴിഞ്ഞാലോ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അതെല്ലാം എന്തിന് കാരണമാവും? റൈസ് എബിലിറ്റി ടു വർക്ക്. വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു ക്ഷമത എന്താണ്? വർദ്ധിക്കാൻ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കാരണമാകുന്നു. ഹെൽത്ത് കെയർ സെന്റേഴ്സ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ സച്ച് ഫെസിലിറ്റീസ് ഇൻഹെറിറ്റ് സ്കിൽ വിച്ച് ഇൻക്രീസ് ദ എബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ടു വർക്ക്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലേ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് എന്തിന് കാരണമാവുന്നു? ആളുകളുടെ സ്കില്ല്, അല്ലെ, ആളുടെ ഓരോ കഴിവുകൾ എന്താണ്? ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നു. അവരുടെ എബിലിറ്റി കൂടാൻ കാരണമാവുന്നു, അല്ലെ, അവരുടെ പലതരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഇത്തരത്തിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കാരണമാവുന്നു. അത് അവസാനം എന്തിലേക്ക് കാരണമാവുന്നു? അവരുടെ എഫിഷ്യൻസി ടു വർക്ക് ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നു, അല്ലെ, അവരുടെ വർക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി എന്താണ്? ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നു. ഓക്കെ, നാലാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഫെസിലിറ്റേറ്റ്സ് ഔട്ട്സോഴ്സിങ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പുറം കരാർ അല്ലെങ്കിൽ പുറം വാങ്ങൽ, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് പഠിച്ചു. ഇന്ത്യ ഈസ് എമർജിംഗ് ആസ് എ ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഔട്ട്സോഴ്സിംഗ്. ഫോർ എക്സാമ്പിൾ കോൾ സെന്റേഴ്സ്, സ്റ്റഡി സെന്റേഴ്സ് എക്സെട്ര. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂന്നാമത്തെ ചാപ്റ്റർ പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യയാണ് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിൽ പുറം കരാർ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന രാജ്യം. എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ മാത്രം അവർ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലാണ് കൂടുതൽ സ്കിൽഡ് വർക്കേഴ്സ്, അല്ലെ, സ്കിൽഡ് ലേബേഴ്സ്. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ആളുകൾ എവിടെയാണ്? ഇന്ത്യയിലാണ്. പോരാത്തതിന് അവർക്ക് എന്താ? കമ്പ്യൂട്ടർ നോളജ് കൂടുതലാണ്. അതുപോലെ കുറച്ച് വേജ് റേറ്റ് മതി, അല്ലേ, കുറച്ച് പേയ്മെന്റ് മതി. കുറച്ച് പേയ്മെന്റിലൂടെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് എവിടെ കിട്ടും? ഇന്ത്യയിൽ കിട്ടുന്നത് കൊണ്ടാണ് ഇന്ത്യയാണ് എന്ത് ഒരു മേജർ ഔട്ട്സോഴ്സിങ്ങിന് ഡെസ്റ്റിനേഷനായിട്ട് ആളുകൾ ഒപ്റ്റ് ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ് ഒപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇത്ര ഔട്ട്സോഴ്സിങ് കൊണ്ടുവരാറ്? കോൾ സെന്റേഴ്സ്, അല്ലേ, കോൾ സെന്റർ, ടെലികോളിംഗ്, അതുപോലെ സ്റ്റഡി സെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിമേഷൻ. ഇതെല്ലാം എന്ത് ചെയ്യാറുണ്ട്? മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം തേടാറുണ്ട്, ഇന്ത്യക്ക് ആ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്സോഴ്സിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ വേണം. അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ജനറേറ്റ്സ് ലിങ്കേജസ് ഇൻ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിക്കാൻ എന്ത് കാരണമാവുന്നു? ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കാരണമാവുന്നു. ബെറ്റർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് എഡ്യൂക്കേഷൻ, റോബസ്റ്റ് സിസ്റ്റം ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ജനറേറ്റ് ബെറ്റർ ഇന്റർ ഇൻഡസ്ട്രിയൽ ലിങ്കേജസ്. അതായത് ട്രാൻസ്പോർട്ടും അതുപോലെ എഡ്യൂക്കേഷനും, ഗതാഗതവും അതുപോലെ സാമ്പത്തികം, അതുപോലെ വിദ്യാഭ്യാസം, ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ വർദ്ധിക്കും, അല്ലെ, എഡ്യൂക്കേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ വർക്കേഴ്സ്, എഫിഷ്യൻ്റ് ആയ വർക്കേഴ്സ് ഉണ്ടാവും. ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിച്ചു കഴിഞ്ഞാലോ ആ എഫിഷ്യൻ്റ് ആയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം? വിറ്റ് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടേ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്താ? നിർബന്ധമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കാൻ കാരണമാവും. അതുപോലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട, ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ്? വികസിക്കാൻ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കാരണമാവുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താ? ട്രാൻസ്പോർട്ടേഷനും എഡ്യൂക്കേഷനും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ പ്രൊഡക്ഷൻ എന്താണ്? ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഓർത്തു വെക്കുക. ഇനി ഇതിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കണക്കുകളാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യ ഇൻവെസ്റ്റ് അപ്രോക്സിമേറ്റ് 5% ഓഫ് ഇറ്റ്സ് GDP ഓൺ ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഈസ് ഫാർ ബിലോ ദാൻ ദാറ്റ് ഓഫ് ചൈന ആൻഡ് ഇന്തോനേഷ്യ. അതായത് അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് പറഞ്ഞു GDP പറഞ്ഞിരുന്നു, അല്ലേ. GDP എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. GDPയുടെ ഒരു 5%, അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകദേശം 5% മാത്രമാണ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്
ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. അതായത് മൊത്തം ജി ഡി പിയുടെ അപ്രോക്സിമേറ്റ് ഏകദേശം 5% മാത്രമേ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിക്കുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ചൈനയുടെയും ഇന്തോനേഷ്യയുടെയും കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവരെക്കാൾ എത്രയോ കുറവാണെന്ത് ഇന്ത്യയുടെ ഈ കണക്ക് എന്ന് പറഞ്ഞാൽ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയും ഇന്തോനേഷ്യയും ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ജി ഡി പിയുടെ മേജർ പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ മൊത്തം ജി ഡി പിയുടെ ഏകദേശം 5% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കണക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കുക. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗം, എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എനർജി എന്ന് പറയും. ഓക്കെ, ഊർജം. എക്സാമിന് എന്താണ് ചോദിക്കുന്ന ഭാഗമാണ് എനർജി അല്ലെങ്കിൽ ഊർജം. എനർജി ഈസ് ദി ലൈഫ് ലൈൻ ഓഫ് എൻറ്റയർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. അതായത് ഏതൊരു ഉൽപാദന പ്രക്രിയയും നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, എനർജി വേണം അല്ലെ. പലതരത്തിലുള്ള എനർജി ഉണ്ട്, ഊർജ ഉറവിടങ്ങൾ എന്താണ് അവിടെ ആവശ്യമുണ്ട്. ഇൻ ഫാക്ട് എനി ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കാനോട്ട് ടേക്ക് പ്ലേസ് വിത്തൗട്ട് എനർജി. അതായത് സത്യം നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ഏതൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടക്കണമെങ്കിൽ എന്ത് വേണം, അവിടെ എനർജി അല്ലെങ്കിൽ ഊർജം ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഊർജം ഇല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ യാതൊരുവിധ ഉൽപാദന പ്രക്രിയകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും നടക്കില്ല എന്നാണ് പറയുന്നത്. ദർ ആർ 2 മെയിൻ സോഴ്സ് ഓഫ് എനർജി. അവിടെ മുതലാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറ്. ഓക്കെ, ദർ ആർ 2 മെയിൻ സോഴ്സസ് ഓഫ് എനർജി. ഊർജത്തിന് 2 ഉറവിടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് 2 ഊർജ ഉറവിടങ്ങൾ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയും, പരമ്പരാഗത ഊർജ ഉറവിടങ്ങൾ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും 2 സോഴ്സ് ഓഫ് എനർജി. ഓക്കെ, അല്ലെങ്കിൽ 2 എനർജി സോഴ്സ്. ഫസ്റ്റ് വൺ ഏതാ, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പരമ്പരാഗത ഊർജ ഉറവിടങ്ങൾ. സെക്കൻഡ് വൺ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങൾ എന്ന് പറയും. അപ്പം എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ പരമ്പരാഗത ഊർജ ഉറവിടങ്ങൾ. സെക്കൻഡ് വൺ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങൾ. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്താണെന്ന് പഠിക്കാം. ദീസ് ആർ ദി energy which are known to us and which are popularly in use since very long time. For example, coal, petroleum, natural gas, electricity. അതായത് എന്താണ് പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ, കോൾ, കൽക്കരി, പെട്രോളിയം അല്ലെ, പെട്രോളിയം മീൻസ് പെട്രോളിയം കാര്യങ്ങൾ, അതുപോലെ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകങ്ങൾ, ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റി. ഇതെല്ലാമാണ് എന്തിൽ ഉൾപ്പെടുന്നത്, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ പരമ്പരാഗത ഊർജ ഉറവിടങ്ങൾ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതെന്താണ് പരമ്പരാഗത ഊർജ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, കൽക്കരി, പിന്നെ പെട്രോൾ, ഡീസൽ, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് പരമ്പരാഗത ഊർജ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നോൺ റിന്യൂവബിൾ ആണ്. വീണ്ടും എന്താണ്, ഉപയോഗിക്കാൻ കഴിയാത്തവയാണല്ലേ. വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം വീണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണെന്ത് ഇത്. ഓക്കെ, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ദർ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഓക്കെ ആണല്ലോ. കൺവെൻഷണൽ സോഴ്സ് വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്, കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യ ഊർജം അല്ലെങ്കിൽ വാണിജ്യ ഉറവിടങ്ങൾ. സെക്കൻഡ് വൺ നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ്, വാണിജ്യേതര ഉറവിടങ്ങൾ അല്ലെങ്കിൽ വാണിജ്യേതര ഊർജം എന്ന് പറയും. അപ്പോൾ ഓർത്തു വെക്കണം, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി 2 ഉണ്ട്. ഏതൊക്കെയാണ്, കൊമേഴ്ഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ വാണിജ്യ ഊർജം. സെക്കൻഡ് വൺ നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ്, വാണിജ്യേതര ഊർജം. വാണിജ്യ ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ വരുന്നത് എന്തൊക്കെയാ, കോള്, പെട്രോളിയം, ഇലക്ട്രിസിറ്റി അല്ലെ, കൽക്കരി, പെട്രോളിയം, അതുപോലെ വൈദ്യുതി അല്ലെ, ഇതൊക്കെയാണ് അതിൽ വരുന്നത് കൊമേഴ്ഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ വാണിജ്യ ഊർജ ഉറവിടങ്ങളിൽ വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ സോഴ്സ് ക്രിയേറ്റ്സ് മോർ പൊല്യൂഷൻ അല്ലെ, കൂടുതൽ എന്ത് ചെയ്യുന്നു, മലിനീകരണം ഉണ്ടാക്കുന്നതാണ് കൊമേഴ്ഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ വാണിജ്യ ഊർജം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെക്കണം, ദീസ് കൊമേഴ്ഷ്യൽ സോഴ്സസ് ആർ നോൺ റിന്യൂവബിൾ.
ഇത് നോൺ റിന്യൂവബിൾ ആണ്, എന്താ വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കാത്തവയാണ്. ഇപ്പോൾ കൽക്കരി വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, പെട്രോളിയം വീണ്ടും നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ 2 പോയിന്റ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്. കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് മോർ പൊല്യൂഷൻ, അതായത് കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നു. അതുപോലെ ദീസ് ആർ നോൺ റിന്യൂവബിൾ ആണ്, വീണ്ടും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ കഴിയാത്തവയാണ് അല്ലെ, നോൺ റിന്യൂവബിൾ ആണ്, വീണ്ടും പുതുക്കാൻ അല്ലെ, അങ്ങനെയും പറയാം അല്ലെ. പുതുക്കാനാവാത്തതാണെന്ത് കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ, പുതുക്കാനാവാത്ത നോൺ റിന്യൂവബിൾ ആണ്. നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യേതര ഊർജ്ജം എന്ന് പറഞ്ഞാലോ ഫയർവുഡ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഡ്രൈഡ് ഡങ്ക്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫയർവുഡ് എന്ന് പറഞ്ഞാൽ എന്താ, വിറക്. അതുപോലെ അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർഷികപരമായിട്ടുള്ള വേസ്റ്റുകൾ. അതുപോലെ ഡ്രൈഡ് ഡങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഉണങ്ങിയ ചാണകം. ഇതെല്ലാം എന്താണ്, എനർജിയാണ്, സോഴ്സ് ഓഫ് എനർജിയാണ് അല്ലെ, എനർജി തന്നെയാണ്. പക്ഷേ ഇതെല്ലാം എന്താണ്, റിന്യൂവബിൾ ആണ് അല്ലെ. റിന്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ, പുതുക്കാനാവുന്ന സോഴ്സ് ആണ്. അതുപോലെ ഇറ്റ് ക്രിയേറ്റ്സ് ലെസ് പൊല്യൂഷൻ വളരെ കുറവാണ് അല്ലെ, മലിനീകരണം വളരെ കുറവാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓർത്തു വെക്കണം, ഞാനിവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊമേഴ്ഷ്യൽ സോഴ്സ് പഠിച്ചു, നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് പഠിച്ചു. കൊമേഴ്ഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് വാണിജ്യ ഊർജ്ജമാണ്. കോൾ, പെട്രോളിയം, ഇലക്ട്രിസിറ്റി, അതായത് കൽക്കരി, പെട്രോളിയം, അതുപോലെ വൈദ്യുതി, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. 2 പോയിന്റ്സ് വേറെ എന്തൊക്കെയാണ് പഠിച്ചത് അതിന്റെ കീഴിൽ, ഇറ്റ് ക്രിയേറ്റ്സ് മോർ പൊല്യൂഷൻ, ഇത് കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നു. സെക്കൻഡ് പോയിന്റ് എന്താ, ദീസ് സോഴ്സസ് ആർ നോൺ റിന്യൂവബിൾ, ഇത് വീണ്ടും പുതുക്കാനാവാത്തതാണ്. രണ്ടാമത്തെ എന്താ, നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ വാണിജ്യേതര ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ എന്തൊക്കെ ഉൾപ്പെടും, ഫയർവുഡ്, വിറകുകൾ ഉൾപ്പെടും. അതുപോലെ ഡ്രൈഡ് ഡങ്ക് അല്ലേ, അതായത് ഉണങ്ങിയ ചാണകം, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് നമുക്ക് വീണ്ടും എന്താണ്, റിന്യൂവബിൾ ആണ് അല്ലെ, വീണ്ടും പുതുക്കാനാവുന്നതാണ്. അതുപോലെ ഇറ്റ് ക്രിയേറ്റ്സ് ലെസ് പൊല്യൂഷൻ, മലിനീകരണം വളരെ കുറവാണ് ഉണ്ടാക്കുന്നത്. 2 പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഏതായിരുന്നു, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ. ദീസ് ആർ ദി എനർജി വിച്ച് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഓർ എക്സ്പ്ലോർഡ് ഇൻ റീസെന്റ് പാസ്റ്റ് ആൻഡ് വിച്ച് ആർ യെറ്റ് ടു ഗെയിൻ പോപ്പുലർലി ഫോർ ദെയർ യൂസ്. അതായത് പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എന്തൊക്കെയാണ് അതിൽ വരുന്നത്, സൺ എനർജി അല്ലേ, അതായത് സൂര്യനിൽ നിന്നും കിട്ടുന്ന പ്രകാശം, ഓക്കെ ആണല്ലോ, സൂര്യപ്രകാശം. ഓക്കെ. സെക്കൻഡ് വൺ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. തേർഡ് ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, തിരമാലയിൽ നിന്നുള്ള എനർജി അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയും. അതുപോലെ ഓർഗാനിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റ് ജൈവികമായിട്ടുള്ള ഉറവിടങ്ങൾ. ഇതെല്ലാം എന്താണ് ഇതിൽ ഉൾപ്പെടുന്നത്, നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയിൽ. അതായത് പാരമ്പര്യേതര ഉറവിടങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, സൺ എനർജി അല്ലെ, അല്ലെങ്കിൽ സോളാർ എനർജി എന്ന് പറയും, സൂര്യപ്രകാശം. പിന്നെയോ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ, കാറ്റിൽ നിന്ന് വൈദ്യുതി നമുക്ക് എടുക്കാം, ഡയനാമോ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ. അതുപോലെ ടൈഡൻ എനർജി, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം അല്ലെങ്കിൽ അതിൽ നിന്ന് വൈദ്യുതി നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ ബാക്കിയുള്ള ഓർഗാനിക് റിസോഴ്സുകൾ അല്ലെങ്കിൽ സോഴ്സുകളൊക്കെയാണ് എന്തിൽ ഉൾപ്പെടുക, പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങളിൽ ഉൾപ്പെടുക. ഇപ്പം നിങ്ങൾ പറഞ്ഞ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി റിന്യൂവബിൾ ആയിരിക്കോ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ ആയിരിക്കോ എന്ന് വെച്ചാൽ പുതുക്കാനാവുന്നതാണോ അല്ലെങ്കിൽ പുതുക്കാനാവാത്തതാണോ? യെസ്, വെരി ഗുഡ്, പുതുക്കാനാവുന്നതാണ് അല്ലേ. സൂര്യൻ അവസാനിക്കുന്നുണ്ടോ, ഇന്ന് സൂര്യൻ വന്നു കഴിഞ്ഞാൽ നാളെ പിന്നെ സൂര്യൻ വരുന്നില്ലേ, അങ്ങനെയാണോ? അല്ല, സൂര്യൻ എന്താണ്, ഈ ലോകം അവസാനിക്കുന്നവരെ സൂര്യൻ അവിടെ ഉണ്ട് അല്ലേ. അതുപോലെ തിരമാലയുണ്ട്, പിന്നെ കാറ്റുണ്ട്, ഇതെല്ലാം റിന്യൂവബിൾ ആണ് അല്ലേ, റിന്യൂവബിൾ ആണ്, പുതുക്കാനാവുന്നതാണ്, ഓർത്തു വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായിട്ട് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പവർ ഓർ ഇലക്ട്രിസിറ്റി. ഓക്കെ, അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്, പവർ ഓർ ഇലക്ട്രിസിറ്റി. അവിടെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, സം ചലഞ്ചസ് ഇൻ ദി പവർ സെക്ടർ. ഓക്കെ, എക്സാമിന് ഒരു തവണ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തവണയല്ല പല തവണ, നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദി മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ പവർ സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഊർജ്ജ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, സം ചാലഞ്ചസ് ഇൻ ദി പവർ സെക്ടർ, അതായത് ഊർജ്ജ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. എക്സാമിന് നിരന്തരം ഈ ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഞാനിവിടെ ഒരു 4 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സം ചാലഞ്ചസ് ഇൻ ദി പവർ സെക്ടർ, അതായത് ഊർജ്ജ മേഖല നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യാസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി അല്ലെ, പവറിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് സഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ, അതായത്
അപര്യാപ്തമാണ്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അളവിൽ എന്തുണ്ടാക്കുന്നില്ല, പവർ ഉണ്ടാക്കാനുള്ളൊരു കഴിവ്, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് എന്താണ്, ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നോട്ട് സഫിഷ്യൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇന്ത്യാസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ഇത്തരത്തിൽ പവർ ജനറേറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴും നോട്ട് സഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആണെന്ന് പറയാം. സെക്കൻഡ്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് വെച്ചാൽ SEB, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. നമ്മൾ KSEB എന്നൊക്കെ പഠിച്ചാറില്ലേ? KSEB എന്ന് പറഞ്ഞാൽ എന്താ, കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡാണ്. അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട്, ഓരോ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് അങ്ങനെ പറയാം, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് SEB ഫേസസ് ഹ്യൂജ് ലോസസ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഊർജ്ജം എന്ത് ചെയ്യുന്നു, പോകുമ്പോൾ, ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന്, അതായത് പവർ ജനറേഷൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പവർ ഹൗസുകളിൽ നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പവർ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞ ഇലക്ട്രിസിറ്റി വയറുകളിലൂടെ അല്ലെങ്കിൽ കമ്പികളിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പവർ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലോസ് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഫേസസ് ഹ്യൂജ് ലോസ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ലോസ് ആയി പോകുന്നുണ്ട്. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, പവർ സെക്ടർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. തേർഡ്, തെർമൽ പവർ പ്ലാന്റ്സ് ഫേസസ് ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്. അതായത് താപവൈദ്യുത നിലയങ്ങൾ അല്ലേ, താപവൈദ്യുത നിലയങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാവശ്യമായിട്ടുള്ള ഷോർട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത്തരത്തിൽ തെർമൽ പവർ പ്ലാന്റ്സ്, താപവൈദ്യുത നിലയങ്ങൾക്ക് ഒരുപാട് എന്തുണ്ട്, ആവശ്യങ്ങളുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എന്ത് വേണം, റോ മെറ്റീരിയൽസ്. അവരാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ എന്ത് വേണം, റോ മെറ്റീരിയൽസ് അല്ലെ. അസംസ്കൃത വസ്തുക്കൾ നിർബന്ധമാണ്. ആ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്ത അവസ്ഥ ആര് ഫേസ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഓരോ തെർമൽ പവർ പ്ലാന്റും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഷോർട്ടേജ്, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തിനു കാരണമാവും, പവർ സെക്ടർ, പവർ എന്തായിരിക്കും, വിചാരിച്ച അത്ര സഫീഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതും ഒരു ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ലാസ്റ്റ് പോയിന്റ് ആണ് ഹൈ പവർ താരിഫ് ആൻഡ് പവർ കട്ട്സ് അല്ലേ. അതായത് എന്ത് ചെയ്യുന്നു, ഒരുപാട് പവർ താരിഫ്, നമ്മൾ എന്ത് ചെയ്യുന്നു, താരിഫ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ചാർജ് അല്ലേ. കറണ്ടിന് എന്താണ്, ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ചിലവുണ്ട്, ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പവർ താരിഫ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പവർ കട്ടുകൾ. അടുത്താണെന്ത്, പവർ കട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ലോഡ് ഷെഡിങ് പറയാറില്ലേ, ഇത്തരത്തിൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കറണ്ട് പോകും ഗവൺമെൻറ്റൊക്കെ തീരുമാനിക്കാറുണ്ട്. അപ്പോൾ ഇതിന് പുറമെ എന്താണ്, പവർ കട്ടും വരുന്നുണ്ട്. ഇതും എന്താണ്, പവർ സെക്ടർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്, ചലഞ്ചാണ്. അപ്പോൾ ഈ 4 പോയിന്റ്സ് എന്ത് ചെയ്യുക, ഈ 4 പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, 4 പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാമിന് നിരന്തരം ഈ ചാപ്റ്റർ നിന്ന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റൻ ആണെന്ത്, സം ചലഞ്ചസ് ഫേസ്ഡ് ബൈ പവർ സെക്ടർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, 2 തരം ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വിവിധ തരം അടിസ്ഥാന സൗകര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ എന്ത് ഡിസ്കസ് ചെയ്തു, അതിനുശേഷം ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ പവർ സെക്ടർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഊർജ്ജ മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ 3 ഭാഗങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങളാണ്, കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ 1ാമത്തെ പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പാർട്ടോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് എന്ത് ചെയ്യാം, കണ്ട് മുട്ടാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.